ജമാഅത്തെ ഇസ്ലാമി തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം അങ്ങനല്ല. ജമാഅത്തെ ഇസ്ലാമി കാലാകാലങ്ങളായിട്ട് മൂല്യം നോക്കിയാണ് വോട്ട് ചെയ്തത്. ഒരു നിയോജക മണ്ഡലത്തിൽ UDF വോട്ട് ചെയ്യുമ്പോൾ വേറൊരു നിയോജക മണ്ഡലത്തിൽ LDF വോട്ട് ചെയ്യുന്നു. എന്തായാലും LDF വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, LDF വോട്ട് ചെയ്തിട്ടുണ്ട്. അവരവരുടെ പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ച് അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചതിന് ശേഷം, ആ ശ്രമം തുടങ്ങിയതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമി ഒരു തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് സഹകരിച്ചിട്ടില്ല. പക്ഷേ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കുന്നതിന് മുൻപാണല്ലോ ഇവർ മതരാഷ്ട്രവാദത്തിൽ ഉറച്ചു നിൽക്കുകയും ജമാഅത്തെ ഇസ്ലാമി എന്ന രീതിയിൽ അവർ പ്രവർത്തിച്ചിരുന്നത് ഈ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കുന്നതിന് മുൻപാണല്ലോ. ഇപ്പോൾ അങ്ങനെ പേരിനെങ്കിലും വെൽഫെയർ പാർട്ടി എന്ന് പറയാം, അന്ന് അതുപോലും ഉണ്ടായിരുന്നില്ല. അല്ല, ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ CPM തേടി എന്നുള്ളതിന് ഒരു രേഖ വരെ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. 2011 ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനുമായിട്ട് ചർച്ച നടത്തിയെന്ന് അവർ പറഞ്ഞല്ലേ ഉള്ളൂ. AKG സെന്ററിൽ കണ്ടിരുന്ന കാര്യം മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടില്ല. അല്ല, AKG സെന്ററിൽ എത്രയോ ആളുകൾ വന്നിട്ട് കാണും. ഇപ്പോൾ പല സംഘടനകളുടെ നേതാക്കന്മാർ AKG സെന്ററിൽ വന്ന് CPMന്റെ നേതാക്കന്മാരെ കാണൂലേ. തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകിയ ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറഞ്ഞുകൊണ്ട് അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അങ്ങോട്ട് പോയി തേടില്ല, ഇങ്ങോട്ട് വന്നിട്ട് പറയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ തരാം. നേരെ മറിച്ച് UDF എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് വെൽഫെയർ പാർട്ടിയുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുകയാണ്. അല്ല, വെൽഫെയർ പാർട്ടി LDFനാണ് പിന്തുണ നൽകുന്നതെങ്കിൽ അത് സ്വീകരിക്കില്ലേ? വെൽഫെയർ പാർട്ടി LDF ഒന്നാമത്തേതായി അവർ പിന്തുണ നൽകില്ല. കാരണം വെൽഫെയർ പാർട്ടി രൂപീകൃതമായതിനു ശേഷം LDFുമായിട്ട് മുന്നണിയിൽ വരാനും ബന്ധം സ്ഥാപിക്കാനും ഒക്കെ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇടതുപക്ഷം ഒരു കാരണവശാലും അതിന് സമ്മതിച്ചിട്ടില്ല. എന്തുകൊണ്ടാണത്? കാരണം എന്താണെന്ന് വെച്ചാൽ അവർ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്നു. അവരുമായിട്ട് ഏത് തരത്തിലുള്ള ധാരണയും ഹിന്ദു മത രാഷ്ട്രവാദത്തെ ശക്തിപ്പെടുത്തും. CPM സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ അദ്ദേഹം വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ പോയി നന്ദി പറഞ്ഞതിൻ്റെ രേഖകളുണ്ട്. കാരണം അവർ ഇന്ത്യ സഖ്യത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഇന്ത്യ സഖ്യത്തിൽ വെൽഫെയർ പാർട്ടി രാജസ്ഥാനിൽ സിക്കാറിൽ അവിടെ CPMന്റെ MP ആണ്. താങ്കൾ ചെക്ക് ചെയ്യുന്നത്? അല്ല, അത് ശരി, സിക്കാറിൽ പിന്നെ MP പിന്നെ CPMന്റെ തന്നെയാണ്. പക്ഷെ ഞാൻ എവിടെയും അങ്ങനെ അവിടെ ഈ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ അല്ലേ ഉണ്ടാവേണ്ടത്. പല സംസ്ഥാനങ്ങളിലും വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നാലെ എത്ര ആൾക്കാർ കൂടും, അങ്ങനെ കൂടിയിട്ടുണ്ടാവാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.